ഉമേഷ്, എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം പാടെ തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. മുൻപ് പറഞ്ഞതുപോലെ ബോണ്ട് നൽകണമെന്ന ഒരു ക്ലോസ് കൂടി ഇല്ലാതെ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പൊതു താൽപര്യം സംരക്ഷിക്കപ്പെടണം, അതുമാത്രമാണ് സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടിലേക്ക് കോടതി വരുന്ന സമയത്ത് പുനരധിവാസം ത്വരിതപ്പെടുത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ആശ്വാസകരമാണല്ലോ, അങ്ങേയറ്റം പിന്തുണ കിട്ടുന്നതാണല്ലോ ഈ വിധി. അന്ന, ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റ് ഉടമകൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സർക്കാർ കഴിഞ്ഞ ഒക്ടോബർ 4-നാണ് അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് വയനാട്ടിലെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവായിരുന്നു സർക്കാർ പുറപ്പെടുവിച്ചത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു എസ്റ്റേറ്റ് ഉടമകൾ അന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ വിശദമായ വാദം കേൾക്കുകയും എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി അന്ന് ഹൈക്കോടതി തള്ളുകയും ചെയ്തു. അതായത് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി, ടൗൺഷിപ്പ് നിർമ്മാണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് എസ്റ്റേറ്റ് ഉടമകൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ആ അപ്പീൽ ഇന്ന് ആദ്യമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. പരിഗണിക്കുമ്പോൾ ഒരാവശ്യം കൂടി എസ്റ്റേറ്റ് ഉടമകൾ ആവശ്യപ്പെട്ടു. അതായത് ഈ അപ്പീൽ പരിഗണിക്കുന്നതിന് മുൻപായി തന്നെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് അതുമായി മുന്നോട്ട് പോകാം എന്നുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യം എസ്റ്റേറ്റ് ഉടമകൾ മുന്നോട്ട് വെച്ചു. എന്നാൽ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. അത് ഈ ഘട്ടത്തിൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല, പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോകട്ടെ. കോടതി ചൂണ്ടിക്കാട്ടിയത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം തടസ്സപ്പെടാൻ പാടില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണം എന്ന ഹാരിസൺസിൻ്റെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. അതിന് കാരണം സർക്കാരിൻ്റെ പണം സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ അത് പിന്നീട് തിരിച്ചു പിടിക്കാൻ പ്രയാസമാകുമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഭൂമിയിൽ സിവിൽ തർക്കം നിലനിൽക്കുന്നതിനാലാണ് ബാങ്ക് ഗ്യാരണ്ടിക്കുള്ളൊരു നിർദ്ദേശം സിംഗിൾ ബെഞ്ച് വെച്ചത് എന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. പുനരധിവാസ വിഷയത്തിൽ പൊതു താൽപ്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതായത് പുനരധിവാസമോ മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണം, ആ കാര്യത്തിലൊന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ കോടതി ഇടപെടുകയില്ല. അത് സർക്കാർ ആ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്ന, ഈ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്ന ബാങ്ക് ഗ്യാരണ്ടി അടക്കമുള്ള ചില പ്രശ്നങ്ങൾ അത് നിയമപരമായി തന്നെ പരിശോധിക്കാം. അതിനുവേണ്ടി ഈ അപ്പീൽ ഫയലിൽ സ്വീകരിക്കാം. അത് പിന്നീട് വിശദമായ വാദം കേൾക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ഉമേഷ്, പുനരധിവാസത്തിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാകാം? ഈ വിധിയോടെ മറികടക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികളെയാണ്? സർക്കാർ ഇതിനകം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ ഈ സിംഗിൾ ബെഞ്ച് വിധിക്ക് ശേഷം സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഈ ടൗൺഷിപ്പ്, മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാം എന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയതാണ്. അന്ന് സർക്കാർ ബോധിപ്പിച്ചത് ഈ മാതൃകാ ടൗൺഷിപ്പ് പദ്ധതി അനുസരിച്ച് 1210 കുടുംബങ്ങളെ ഈ പ്രദേശത്ത് താമസിപ്പിക്കാനാകും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് വയനാട്ടിലെ വൈത്തിരി താലൂക്കിൽ ഉൾപ്പെട്ട 2 വില്ലേജുകളിലെ 143.41 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഇതിൽ നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിൻ്റെ 65.41 ഹെക്ടർ ഭൂമിയും കോട്ടപ്പടി വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ 78 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടെയാണ് ഏറ്റെടുക്കുക. ഇങ്ങനെ ഈ എസ്റ്റേറ്റുകളിലെ ഭൂമി ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മാണം നടത്താം എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത്. ആ ഘട്ടത്തിലായിരുന്നു അന്ന് ഈ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ച സിംഗിൾ ബെഞ്ച് മുമ്പാകെ വിശദമായ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ അന്ന് കോടതി സർക്കാരിനാണ് പിന്തുണ നൽകിയത്. സർക്കാരിൻ്റെ ഈ എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം പൂർണ്ണമായും തള്ളുകയായിരുന്നു. അങ്ങനെ തള്ളി പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടികളിലേക്ക് സർക്കാർ കടന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അപ്പീൽ എത്തിയത്. ഈ അപ്പീൽ വന്ന് ഒരുപക്ഷേ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ, ഈ എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് സ്റ്റേ അനുവദിച്ചിരുന്നെങ്കിൽ ഇത് ഇവിടം വെച്ച് തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നേനെ. പക്ഷേ ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഡിവിഷൻ ബെഞ്ചും ഈ ഘട്ടത്തിൽ സർക്കാരിന് തന്നെയാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതോടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം തടസ്സപ്പെടാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഭൂമി ഏറ്റെടുക്കുന്ന സർക്കാർ നടപടി സ്റ്റേ ചെയ്യണമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം പാടെ തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഉമേഷാണ് ആ വാർത്തയിൽ വിശദമായ വിവരങ്ങൾ നൽകിയത്.